എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഈ ചാനൽ വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ അടുത്തേക്ക് ഈ കാര്യം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിരുന്ന ആൾക്കാരെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 പേരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മെറ്റ ബ്ലോക്ക് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ അധികം ആൾക്കാർ പേടിച്ചു പോയി. അവരുടെയൊക്കെ അക്കൗണ്ടുകൾ പൂട്ടി പോകുമോ എന്ന് പേടിച്ചിട്ട് അവരുടെ എല്ലാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന ബെറ്റിംഗ് പ്രൊമോഷൻ വീഡിയോകളെല്ലാം എടുത്തുമാറ്റി. പക്ഷേ പേടിക്കാത്ത ചിലർ ഇപ്പോഴും ഇതിന്റെ പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇത്തരം ആപ്ലിക്കേഷനുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ബെറ്റിംഗ് ആപ്പുകളിലോ അല്ലെങ്കിൽ ഗെയിമിംഗ് ആപ്പുകളിലോ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നഷ്ടപ്പെട്ട ആൾക്കാർ അറിയാമോ? അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോഴും കളിക്കുന്ന ആൾക്കാർ അറിയാമോ? എന്റെ പല സുഹൃത്തുക്കളുണ്ട്, റമ്മി സർക്കിൾ ഇപ്പോഴും കളിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പറയാനേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും അവരെ നിർബന്ധിക്കാൻ പറ്റില്ല. പറയാൻ പറ്റും അത് ചെയ്താൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ബെറ്റിംഗ് ആപ്ലിക്കേഷൻസും ഗെയിമിംഗ് ആപ്ലിക്കേഷൻസും ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന 3 പേരുടെ അക്കൗണ്ടുകൾ പോയ കാര്യം നിങ്ങൾക്ക് അറിയാം. ഒന്ന്, മല്ലു ഫാമിലിയിലെ സുജിൻ കൃഷ്ണ. 2, വയനാടൻ വ്ളോഗേഴ്സിലെ, എനിക്ക് അയാളുടെ പേര് അറിയില്ല, ചിങ്കു എന്നൊക്കെയാണ് അയാളുടെ വൈഫ് അയാളെ വിളിക്കുന്നത്, ചിങ്കു. പിന്നെ ഫസ്മിന സാക്ക്. ഈ 3 പേരുടെ അക്കൗണ്ടുകളാണ് പോയത്. പക്ഷെ ഇപ്പോ അവര് പുതിയ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ട് അതിനകത്ത് ഈ ആപ്പുകളുടെ ലിങ്ക് പ്രൊമോട്ട് ചെയ്യുന്നു. അത് ഏത് അക്കൗണ്ട് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുൻപായിട്ട് നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്നവർക്കും പൂട്ടിട്ട് കേരള പോലീസ്. ഈ ഒരു വിഷയത്തിൽ കേരള പോലീസിന്റെ സൈബർ വിങ്ങിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത്രയും പെട്ടെന്ന് തന്നെ എസ് അഭിജിത്തും ജിയാസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റും കൂടെ ചേർത്തിട്ടാണ് ഇതിനെതിരെ നിയമപരമായിട്ട് നീങ്ങിയതും ഇപ്പോ ഇത്തരം ആപ്ലിക്കേഷൻസിന് പൂട്ടിട്ടതും. ഇത്തരം ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് വീഡിയോകൾ ചെയ്തിട്ടുമുണ്ട്. പല ആൾക്കാർക്കും റിയാക്ഷൻ വ്ളോഗേഴ്സിനെ കാണുമ്പോൾ ഒരു പുച്ഛം പോലെയാണ്. മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് ജീവിക്കുന്ന പാരസൈറ്റ്സ്. ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി റിയാക്ഷൻ വ്ളോഗേഴ്സിനെ കുറിച്ച് പറഞ്ഞത്, പാരസൈറ്റ്സ്. പക്ഷേ ഇതേ പാരസൈറ്റ്സും കൂടി ചേർന്നിട്ടാണ് ഇത്തരം ക്ഷുദ്രജീവികൾ എന്ന് തന്നെ പറയേണ്ടി വരും. സൊസൈറ്റിയിലുള്ള ഒരു വിഭാഗം ആളുകളുടെ കാശ് നഷ്ടപ്പെടാനും അതിലൂടെ ആ വ്യക്തികളെ ആത്മഹത്യയിലേക്ക് നയിക്കാനും കാരണക്കാരായ വ്യക്തികൾ, അവരെ ക്ഷുദ്രജീവികൾ എന്നല്ലാതെ വേറെന്താ വിളിക്കുക? അപ്പോൾ അത്തരം ക്ഷുദ്രജീവികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ചങ്കൂറ്റം കാണിച്ച റിയാക്ഷൻ വ്ളോഗേഴ്സ്, അവരെ ആര് പുച്ഛിച്ചാലും അതിനെ റിയാക്ഷൻ വ്ളോഗേഴ്സ് ആരും മൈൻഡ് ചെയ്യില്ല. കാരണം റിയാക്ഷൻ വ്ളോഗേഴ്സിന് അറിയാം അവർ ചെയ്യുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണ്. വീണ്ടും അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് മലയാളി വ്ളോഗർമാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പൂട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വാർത്ത തന്നെയാണ് ആ 3 അക്കൗണ്ടുകൾ. ഇനി ഇതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ജിയാസ് സംസാരിക്കുന്നുണ്ട്. ഒപ്പം അഭിജിത്താണ് അത് പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്നവർക്കും പൂട്ടിട്ട് കേരള പോലീസ്. ഇതിന്റെ സംഭവം എന്താണ്? കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന നിയമപോരാട്ടം അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് പോകുന്നത്. അതിൽ ആദ്യമേ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ ശക്തമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം, അതുപോലെ തന്നെ ഇതുപോലുള്ള കണ്ടന്റ് അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അടക്കം എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചിലരുടെ അക്കൗണ്ട് പോയിട്ടുണ്ട്. അതെന്താണ്? ഇല്ലീഗൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും, അത് എത്ര വെരിഫൈഡ് അക്കൗണ്ട് ആണെങ്കിലും എത്ര വലിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകൾ നീക്കം ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കണം, വീഡിയോ മാത്രമല്ല അക്കൗണ്ടും പോകും. പൊതുജനങ്ങൾക്ക് പരാതി ഇനി കൊടുക്കാൻ പറ്റും. തീർച്ചയായും എല്ലാ ആളുകളും ഇത്തരം ഇല്ലീഗൽ കണ്ടന്റുകളോ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഇമെയിൽ മുഖാന്തരം പരാതി കൊടുക്കാവുന്നതാണ്. നടപടി ഉറപ്പായിട്ടും സ്വീകരിക്കും. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയൂ. അപ്പൊ ഞാനോ ജിയാസ് പോയ 1-2 പേരോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ചെയ്യുക. ഇനി ഒരാൾക്ക് പോലും ഇത്തരം ചതിക്കുഴിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടരുത്. ഇവർ പറയുന്ന പ്രകാരം ഏതൊരു സാധാരണക്കാരനും ഈ പറയുന്ന രീതിയിലുള്ള ബെറ്റിംഗ് ആൻഡ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചും അവരുടെ അക്കൗണ്ടുകളെ കുറിച്ചും കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. ആ അഡ്രസ് എന്ന് പറയുന്നത് spcyberops.pol@kerala.gov.in. നിങ്ങൾക്ക് ഏതാണോ ബെറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ആ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന വ്യക്തി, അയാൾ പ്രൊമോട്ട് ചെയ്യുന്ന ലിങ്ക്, ഇതൊക്കെ വെച്ചിട്ട് ഏതൊരു സാധാരണക്കാരനും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. കാരണം ഒരുപാട് പേരുടെ കാശും ഒരുപക്ഷെ നമുക്ക് അനുഭവമില്ലാത്തത് കൊണ്ട് നമുക്ക് അറിയാമായിരിക്കില്ല അതിന്റെ ഇന്റൻസിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഒരുപാട് പേരുടെ കാശും ഒരുപാട് പേരെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്തരം ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ബെറ്റിംഗ് അല്ലെങ്കിൽ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ്. അതുകൊണ്ട് തന്നെ ഇത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു. ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു വീഡിയോ ആണ്. ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിന് കൊടുത്ത ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ കൂടി ഒരു പയ്യൻ ചോദിക്കുന്നു ചില ചോദ്യങ്ങൾ. അതിന് അദ്ദേഹം പ്രൊവോക്ഡ് ആവുന്നുണ്ട്. അതിനുശേഷം ഒരു ലേഡി വന്നിട്ട് ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്ത സൂപ്പി ആപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് പബ്ലിക്കിന് ദോഷം വരുന്ന ഒരു കാര്യമല്ലേ, അപ്പൊ ഒരു കലാകാരന് പബ്ലിക്കിനോടൊരു പ്രതിബദ്ധത വേണ്ടേന്ന് ചോദിച്ചപ്പോൾ എനിക്കതില്ല, എനിക്കതുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഏതൊരു കലാകാരനാണെങ്കിലും അവനൊരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ട്. എനിക്ക് ധ്യാനം
വിനീതേട്ടനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും വിനീതേട്ടനൊക്കെ എന്ത് മാന്യമായിട്ടാണ് പബ്ലിക്കിനോട് സംസാരിക്കുന്നത്. ധ്യാൻ, എനിക്കറിയില്ല എന്താണ് ധ്യാന്റെ ഒരു വേ ഓഫ് ടോക്കിംഗ്. കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. തഗ് എന്ന് പറയുന്നു, അത് കേട്ടിച്ചിരിക്കാൻ കുറെ മണ്ടന്മാരും. ഒരു പക്ഷേ ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വന്ന് തെറി പറയുമായിരിക്കും. ഡസൻ മാറ്റർ, എന്റെ വിഷയമേ അല്ല. ചോദ്യം ചോദിച്ച ആ പയ്യനെ പുള്ളി എത്ര പ്രാവശ്യം നീ എടാ പോടാ വാടാ എന്നുള്ള ലെവലിൽ അഡ്രസ് ചെയ്തിരിക്കുന്നു. അതൊരു പക്ഷേ അവരോട് എടുത്ത ഒരു ഫ്രീഡം ആയിരിക്കാം. എന്നാൽ പോലും ഇത്രയധികം ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് തനിക്ക് സാമൂഹിക പ്രതിബദ്ധത ഇല്ല എന്നൊരു കലാകാരൻ പറയണമെങ്കിൽ അയാൾക്ക് ഈ സൊസൈറ്റിയോട് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അയാൾ ഒരു കലാകാരനാണ് എന്ന് പറയാനേ പറ്റില്ല. കുറെ സിനിമകൾ ചെയ്തു, അച്ഛന്റെ അഡ്രസ്സിൽ കയറി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീനിവാസൻ എന്ന് പറയുന്ന വലിയൊരു നടന്റെ അല്ലെങ്കിൽ വലിയൊരു മനുഷ്യന്റെ മകൻ എന്ന അഡ്രസ്സ് മാത്രമേ എനിക്ക് അയാളിൽ കാണാൻ പറ്റുന്നുള്ളൂ. വിനീത് ശ്രീനിവാസനിൽ കാണാൻ കഴിയുന്നത് നല്ലൊരു കലാകാരൻ. ഇത് എന്റെ അഭിപ്രായമാണ്. അപ്പൊ ഇത്തരക്കാരാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ റമ്മി സർക്കിൾ, അത് പ്രൊമോട്ട് ചെയ്യാമോ? ഒരുപാട് നടന്മാർ ചെയ്യുന്നുണ്ട്. രാജ ഗെയിം പോലുള്ള പ്ലാറ്റ്ഫോംസ്, പിന്നെ തെലങ്കാനയോ എന്തോ ങ്ങാന എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ്, ഇതിനൊന്നും യാതൊരു സുരക്ഷയും ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ആണ്. ഓരോ വ്യക്തികൾ ഇടുന്ന കാശ് എങ്ങോട്ടാണ് പോകുന്നത്, ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്, ഒരാൾക്കും അറിയാൻ പറ്റില്ല. നാളെ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരോട് പോയി ചോദിക്കും? ഈ പ്രൊമോട്ടേഴ്സ് വരുമോ ഉത്തരം പറയാം? ഇവര് അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്, പൈസ വെച്ചാൽ കളിയാണേ, സൂക്ഷിച്ചും കണ്ടൊക്കെ കളിക്കണം. അതിന്റെ ഉദ്ദേശം തന്നെ നാളെ നിങ്ങൾ പൈസ പോയിട്ട് ഞങ്ങളോട് വന്ന് ചോദിക്കല്ലേ, ചോദിച്ച ഗോപി എന്ന് ഞങ്ങൾ പറയും. അതിനുവേണ്ടി പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്ന വാചകമാണ്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നതുമാർ അവന്മാരുടെ കുടുംബം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതുവഴി എത്ര പേര് മരിച്ചു പോകുന്നോ, അല്ലെങ്കിൽ എത്ര പേർക്ക് അവരുടെ ലൈഫ് നഷ്ടപ്പെടുന്നോ ഒന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇതിനകത്ത് ഫസ്ബിന സാക്കിറിന്റെ അക്കൗണ്ട് പോയി. കുറെ പേര് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുള്ള വീഡിയോകൾ റിമൂവ് ചെയ്തു. ഇപ്പൊ ഈ 3 വ്യക്തികൾ ഒതുങ്ങുന്നില്ല. മല്ലു ഫാമിലിയിലെ സുജിനിലോ ഫസ്ബിന സാക്കിറിലോ അതല്ലെങ്കിൽ വയനാടൻ വ്ലോഗറിലോ ഒതുങ്ങുന്നില്ല. ഇത് ഇനിയും ഒരുപാട് പേര് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീഡിയോകൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവരെല്ലാം ഇതിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ തന്നെയാണ്. നിക് വ്ലോഗ്സ് ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തി തന്നെയായിരുന്നു. അയാൾക്ക് എവിടെ നിന്ന് ഇത്രയും കാശ്? പിന്നെ അതുപോലെ സഞ്ജു ടെക്കി ആരായിരുന്നു? സഞ്ജുന്റെ പ്രൊഫൈലുള്ള വീഡിയോ എല്ലാം റിമൂവ് ചെയ്തു. വിജയ് മച്ച അയാളുടെ പ്രൊഫൈലുള്ള വീഡിയോ എല്ലാം റിമൂവ് ചെയ്തു. ഞാൻ ഒരു സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അയാൾ ജയിലിൽ പോയിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോ കോടതി പറയുന്നു അപ്പോൾ മാത്രമേ അയാൾ കുറ്റവാളി ആകുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ കാണുന്നു അയാൾ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്തു. ഞാൻ മെസ്സേജ് അയച്ചു ആൾക്ക്, ബ്രോ നിങ്ങൾ വെറുതെ എന്നോട് പറഞ്ഞ വാക്ക് മാറ്റി പറയിപ്പിക്കില്ല. ഇപ്പൊ നോക്കിയപ്പോൾ ആളുടെ പ്രൊഫൈലൊന്നും ഈ വീഡിയോകളേ ഇല്ല. അപ്പൊ ഇവരൊക്കെ പേടിച്ച് മാറിയപ്പോൾ ഫസ്മിന എന്ത് ചെയ്യുന്നറിയോ? ഫസ്മിനയുടെ മറ്റൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് തിരങ്ക രജിസ്ട്രേഷൻ, ജുവിൻ രജിസ്ട്രേഷൻ, ഈ 2 പ്ലാറ്റ്ഫോമാണ് ഫസ്മിന പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഈ പ്ലാറ്റ്ഫോമിന്റെ വീഡിയോകളൊന്നും അവിടെ ഇല്ല, പക്ഷേ ഇതിന്റെ ലിങ്കുകൾ അവിടെ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഇപ്പൊ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോഴും നിലവിലുണ്ടെന്നല്ലേ അതിനർത്ഥം? ഇവരുടെ വാട്സ്ആപ്പ് ചാനൽ വഴിയോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ വഴിയോ ഒക്കെ ഇപ്പോഴും ഇവരിത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയും എന്റെ ഇന്നടുത്ത് ഇതിന്റെ ലിങ്ക് ഉണ്ട്, അവിടെ പോയി എടുത്തോളൂ. കാരണം ഈ ലിങ്കിൽ കൂടി കയറിയാലേ ഇവർക്ക് ചിക്കിൽ ഇത് അറിയത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടായിരുന്നു, നമ്മുടെ മാസ്റ്റർ മൈൻഡ് മനുവിന് മെസ്സേജ് വന്നു. മനു സംസാരിച്ചു. 50,000 രൂപയാണ് മനുവിന് ഓഫർ വന്നത്. അതായത് 8,000 ഫോളോവേഴ്സ് ആ സമയത്ത് മനുവിനുണ്ടായിരുന്നു. 8,000 ഫോളോവേഴ്സ് ഉള്ള മനുവിന് 50,000 രൂപ ഓഫർ ചെയ്യാമെങ്കിൽ 1 ലക്ഷവും 2 ലക്ഷവും 1 മില്യൺ ഒക്കെ ഫോളോവേഴ്സ് ഉള്ള ഓരോ യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റാഗ്രാമേഴ്സിനും എത്ര ലക്ഷം രൂപയായിരിക്കും ഈ പറയുന്ന കമ്പനികൾ ഓഫർ ചെയ്തിട്ടുണ്ടാവുക? 8,000 ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ 8,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള മനുവിന് 50,000 ഓഫർ ചെയ്തെങ്കിൽ 80,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിക്ക് എത്ര ഓഫർ കിട്ടുന്നുണ്ടാവും? 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള മല്ലു ഫാമിലിയിലെ സുജിന് എത്ര രൂപ ഒരു വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവും? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നിട്ടാണ് ഇവനൊക്കെ നന്മമരം കളിക്കാറുള്ളത്. ഒരു കടയിൽ പോയിട്ട് നാരങ്ങോളം കുടിച്ചിട്ട് 15 രൂപ എന്ന് പറയുമ്പോൾ അവിടെ 1,500 രൂപ എടുത്തു കൊടുക്കുക. ഇവനിവിടെ കിട്ടുന്നത് 10 ലക്ഷമായിരിക്കും അല്ലെങ്കിൽ 5 ലക്ഷമായിരിക്കും. ഈ 5 ലക്ഷം കിട്ടുമ്പോഴാണ് 1,500 രൂപ അവൻ കളയുന്നത്. എന്നിട്ട് ഞാൻ വലിയ നന്മം ചെയ്തു, എനിക്ക് ഇന്നത്തെ സന്തോഷം, എന്റെ സന്തോഷം. അതുപോലെ അടുത്തൊരാൾ ഗെയിം കളിച്ചാലേ പൈസ ഉള്ളൂ. കല്യാണം നടത്തണമെങ്കിൽ ഗെയിം കളിക്കണം. കല്യാണം നടത്തേണ്ട സാധനങ്ങൾ വാങ്ങാനാണെങ്കിൽ ഗെയിം കളിക്കണം. ഇനി അടുത്തൊരുത്തൻ അവൻ പൈസയുടെ പുറത്താണ് ഉറങ്ങുന്നത്. ഇങ്ങനെ എത്രയോ ആളുകൾ പാവപ്പെട്ട ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാത്ത ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കുന്ന വ്യക്തികൾ. തുടച്ചു നീക്കുക തന്നെ വേണം. അതിന് ഓരോ വ്യക്തിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഓരോ ആളുകൾക്കും. ഇപ്പൊ ഒരു എസ് അഭിജിത്തോ ജിയാസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റോ റിയാക്ഷൻ ലോഗേഴ്സോ ഒന്നും വിചാരിച്ചത് മാറില്ല. ഓരോ വ്യക്തിയും വിചാരിക്കണം. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ഞാൻ റെഡി എന്നൊരു കമന്റ് ഇടുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്കും കൂടി തരിക. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും കാണാം.